എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴെന്നെ കാണു. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴെന്നെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലത്തിൽ പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ ഞാനോ? അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം പോയാൽ? അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ. ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു.